ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ആ വചനം ഇതാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കൊന്ത ചെല്ലിയാലും, എത്ര കുരിശിൻ്റെ വഴി ചെല്ലിയാലും, എത്ര പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും പാപത്തിൻ്റെ കെട്ടഴിയാതെ ദൈവകൃപ നമ്മളിലേക്ക് വരത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ അകൃത്യമാണെന്ന് യെശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്, ദൈവകൃപയ്ക്ക്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ചില പാപത്തിൻ്റെ മേഖലകളുണ്ട്. പ്രത്യേകിച്ച് പ്രമാണ ലംഘനം വഴി പിശാച് ഒരു വ്യക്തിയിൽ കടന്നു വരുന്ന 2 വഴിയാണ്. ഒന്ന്, പാപം വഴി സാത്താൻ നേരിട്ടിറങ്ങും. 2, അതായത് ഭയം വഴി സാത്താൻ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം ഒരു വ്യക്തി ചെയ്യുമ്പോൾ ആ സ്ഥലത്തേക്ക് സാത്താൻ്റെ ആധിപത്യമുണ്ടാകും. പാപം ചെയ്ത വീടുകളിലേക്ക്, പാപം ചെയ്ത വ്യക്തികളിലേക്ക്, പാപം ചെയ്ത സ്ഥലങ്ങളിലേക്ക് പിശാചിൻ്റെ ആധിപത്യമുണ്ടാകും. പിശാചിനെ നമ്മൾ എൻട്രി ചെയ്യുന്നത് പാപം വഴിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത്, പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട, പിശാചിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. അവൻ കെട്ടിയിട്ട്, തുടലിൽ കെട്ടിയിട്ട് കുരയ്ക്കുന്ന ഒരു നായാണ്, ഒരു പട്ടിക്കുഞ്ഞാണ്. എന്ന് വെച്ചാൽ പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ്റെ ഏരിയയിൽ, അവൻ്റെ കോർട്ടിൽ കയറിയാൽ മാത്രമേ അവൻ കടിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാചിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴാണ് പിശാച് എൻട്രി ചെയ്യുന്നത് അറിയാമോ? പാപം വഴിയാണ് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത്, അൽഫോൺസ് ലിഗോരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, പിശാച് നമ്മളെ നോട്ടമിട്ടിരിക്കുന്നതിനെ കുറിച്ച് കത്തോലിക്ക സഭയിലെ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്ന കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, അവന് നഷ്ടപ്പെട്ട പറുദീസ എനിക്കും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. എന്ന് വെച്ചാൽ പറുദീസയിൽ പാപം മൂലം, അഹങ്കാരം മൂലം വെട്ടി താഴേക്കിട്ട് ഈ ഭൂമിയിലേക്ക് നിബന്ധിക്കപ്പെട്ട പിശാചിനും വീണുപോയ മാലാഖമാർക്കും അവന് നഷ്ടപ്പെട്ടു പോയ സ്വർഗം തോമസിനോ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കോ കിട്ടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പിശാച് പാപം ചെയ്യിക്കുന്നത് അവന് ലഭിക്കാൻ പോകുന്ന, അന്ത്യവിധി ലഭിക്കാൻ പോകുന്ന നിത്യ നരകത്തിലേക്ക് എന്നെയും നിങ്ങളെ കൊണ്ടുപോകാനാണ് പിശാച് പാപം ചെയ്യിക്കുന്നത്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം. അതായത് ഞാൻ പാപം ചെയ്യുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, മദ്യപിക്കുമ്പോൾ, വ്യഭിചരിക്കുമ്പോൾ, 1-ാം പ്രമാണം ലംഘിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നീ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ മോശയ്ക്ക് ദൈവം, മോശ പ്രവാചകന് മലയുടെ മുകളിൽ വെച്ച്, സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവം 10 പ്രമാണം നൽകി. ആ 10 പ്രമാണത്തിൻ്റെ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സാത്താന് തൊടാൻ പറ്റില്ല. എന്നാൽ ദൈവപ്രമാണം ഒരുവൻ ലംഘിക്കുമ്പോൾ പിശാചിന് സന്തോഷമുണ്ട്, യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുക. ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും ഒരു പാപം ചെയ്യുമ്പോൾ ആരാണ് വേദനിക്കുന്നറിയാമോ? ആരാ സങ്കടപ്പെടുന്നറിയാമോ? ഈശോയാണ് സങ്കടപ്പെടുന്നത്. എന്ന് വെച്ചാൽ പിശാചിന് ഒരിക്കലും ദൈവപുത്രനെ തൊടാൻ പറ്റില്ല. അവൻ 2000 വർഷം മുമ്പ് കാൽവരി കുരിശിൽ 3 ആണികൾ തൂക്കപ്പെട്ട് മനുഷ്യന്റെ മുമ്പിൽ വെച്ച് പരിഹാസപാത്രമായി നരകത്തിന് ഭയം നൽകി, സ്വർഗത്തിന് ആനന്ദം നൽകി. ഈ നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ പാപപരിഹാരം ചെയ്തപ്പോൾ യേശുവിൻ്റെ തങ്കച്ചോരയാൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുലിഖിതത്തിലെ ഈശോയുടെ ചങ്കിൽ നൊഴുകിയ തങ്കച്ചോരയാൽ സാത്താൻ്റെ തല തകർത്ത ഈശോയുടെ കുരിശു മരണം വഴി എന്നെയും നിങ്ങളെയും സാത്താൻ അടിമപ്പെട്ട, പിശാചിന് അടിമപ്പെട്ട, പിശാച് നരകത്തിൽ കൊണ്ടുപോണ്ട എന്നെയും നിങ്ങളെയും യേശു വില കൊടുത്ത് യേശുവിൻ്റെ രക്തത്താൽ, ലേവ്യരുടെ പുസ്തകം 17-11 പറയുന്ന പോലെ, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്തി വില കൊടുത്ത് നമ്മളെ നേടിയെടുത്ത എന്നെയും നിങ്ങളെയും അവൻ നശിപ്പിക്കാൻ വേണ്ടി, അവൻ പിശാചിന് ഈശോയെ തൊടാൻ പറ്റില്ല. പക്ഷെ ഞാൻ പാപം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേദനിക്കും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് മർജുഗോരിയിൽ പറയുന്നത്, നിങ്ങൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോയെ കുരിശിൽ തറയ്ക്കുക.
എന്നാൽ നിങ്ങൾ പരിഹാരം ചെയ്യുമ്പോൾ, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ, നിങ്ങൾ അനുദപിക്കുമ്പോൾ, നിങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ഈശോയെ കുരിശിൽ നിറക്കി മാതാവ് മടിയിൽ കിടത്തുന്നത് പോലെ കിടത്തുക. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്താ? അത്ഭുതം എന്ന് പറഞ്ഞാൽ കാരിസ്മാവിലെ കൺവെൻഷനിൽ കിടക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ടു പോകുന്നതോ, തളർന്നു പോകുന്നവർ സൗഖ്യപ്പെട്ടു പോകുന്നതോ, മരിച്ചവർ എഴുന്നേൽക്കുന്നതല്ല ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. ഒരു പക്ഷെ നമുക്ക് തോന്നും കൈ നിവരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം, അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവമക്കളെ, സ്വർഗത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ 35ാമത്തെ കാരിസ്മാവൻ കൺവെൻഷനിൽ തളർന്നു വന്നിരിക്കുന്ന മാരകപാപത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തി ഈ 5 ദിവസത്തെ കാലത്തെ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട മൈലാമണി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, നായ്ക്കമ്പറമ്പിൽ ലിസി സിസ്റ്ററിൻ്റെ ക്ലാസ്സിലൂടെ, ജോർജി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, സന്തോഷ് ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെ, കാരി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, ബിജിൽ അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, ആരാധനയിലൂടെ ഏതെങ്കിലും ഒരു മാരകപാപത്തിൽപ്പെട്ട വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവ പൈതലായി മാറിയാൽ അതാണ് സ്വർഗം കൈയടിക്കുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, ആദിമ സഭയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നതിനു ശേഷം ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ് സ്ലീഹ മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് അവൻ ക്രൂശിക്കപ്പെട്ട ഈശോയെയും ഈശോയുടെ ജനനത്തെപ്പറ്റിയും പാപമോചനത്തെപ്പറ്റിയും 2-ാം വരവിനെ കുറിച്ചും പറഞ്ഞതിനു ശേഷം ഒരു വചനമുണ്ട്, 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ. അവിടെ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? കേട്ടുകൊണ്ടിരുന്നവരുടെ ഹൃദയങ്ങൾ നുറുങ്ങി. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഒരു കൺവെൻഷനിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഹൃദയം നുറുങ്ങുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ, ഒരു ധ്യാനം കഴിയുമ്പോൾ, ഒരു ഏകദിന ശുശ്രൂഷ കഴിയുമ്പോൾ കുമ്പസാരക്കൂട് തേനീച്ചക്കൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആ കൺവെൻഷൻ വിജയമാണ്. സ്തോത്രക്കാഴ്ചയല്ല, ആൾക്കാർ 10,000 വരുന്നതല്ല, 1,00,000 പേര് കൂടുന്നതല്ല, 10,000കണക്കിന് ആൾക്കാർ വരുന്നതല്ല, ലക്ഷക്കണക്കിന് സ്തോത്രക്കാഴ്ച കിട്ടുന്നതല്ല, ഓൺലൈനിൽ ആൾക്കാർ കാണുന്നതല്ല. ഈ ധ്യാനത്തിനിടയ്ക്ക് ഈ ക്ലാസ് കേട്ടിട്ട്, വചനം കേട്ടിട്ട്, ദൈവമേ ഞാനൊരു കുറവുള്ളവനാ, ഞാൻ ബലഹീനനാ, തൻ്റെ പാപം കുമ്പസാര ിൽ വെച്ച് ഈശോ ഫൗസ്റ്റീനോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ വൈദികനിൽ മറഞ്ഞിരിക്കുന്നു, എൻ്റെ കരുണയുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. ഏതെങ്കിലും വ്യക്തി തനിക്ക് തെറ്റാണെന്ന് ബോധ്യം കിട്ടി അത് തിരുത്തി അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരക്കൂടിനെ സമീപിച്ച് പാപമോചനം ലഭിച്ചാൽ കുമ്പസാരക്കൂട് തേനീച്ചക്കൂടായി മാറിയാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, 35ാമത്തെ കാരിസ് ഭവന്റെ കൺവെൻഷൻ, അഭിഷേക നിറവ് കൺവെൻഷൻ സ്വർഗത്തെഴുന്നേറ്റ് കൈയടിക്കുകയും സ്വർഗത്തിലെ പരിശുദ്ധ തൃത്വത്തിന് സന്തോഷം നൽകുന്ന ശുശ്രൂഷയായി മാറും. ഒന്ന് കരമടിച്ച് കർത്താവിനെ എന്ന് പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മളെല്ലാം പാപികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം പാപികളാണ്. ലോകത്തിൽ പാപമില്ലാതെ വന്ന 2 വ്യക്തികളേ ഉള്ളൂ. ഒന്ന് ഈശോ മിശിഹ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയും. 2 അവന് ജന്മം കൊടുത്താൻ സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം ഒഴികെ നമ്മളെല്ലാം പാപികളാണ്. പാപികളല്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല. ഞാനും പാപിയ, നിങ്ങളും പാപിയ, മരണം വരെ പാപികളാണ്. അതുകൊണ്ടാണ് അസീസിലെ ഫ്രാൻസിസ് മരണക്കിടക്കയിൽ പറയുമ്പോഴും വിശുദ്ധ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വിളിക്കരുത്, എനിക്കിപ്പോഴും പാപം ചെയ്യാൻ ശേഷിയുണ്ട്. ദൈവമക്കളെ, പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തോട്, നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ പൗലോസ് ലീഗ ക്രിസ്തുവിൻ്റെ വചനം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞു, അദ്ദേഹം എപ്പോഴും മിടുക്ക് പറയുമായിരുന്നു, ഞാൻ മോശക്കാരനല്ല, ഞാൻ ഗമാലിയൻ്റെ കീഴിൽ പഠിച്ചതാ, ഞാൻ പരിശീലനയിൽ നിന്ന് പഠിച്ചതാ, ഞാൻ പ്രമാണികളാണ്, ഞാൻ യഹൂദ പാരമ്പര്യമുള്ള, എനിക്ക് റോമ പൗരത്വമുണ്ട്. ആ പറയുന്നതിനകത്ത് ഒരു ഹുങ്കുണ്ടായിരുന്നു. പിന്നീട് ക്രിസ്തുവുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ 2-ാമത്തെ സെക്ഷനിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്, എന്താ പറയുന്നത് അറിയാമോ? അകാലജാതൻ എന്ന പോലെ അവൻ എന്നെ പ്രത്യക്ഷപ്പെട്ടു. 3-ാമത് പറയുന്ന വാക്ക്, ആത്മീയത വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാപിയാണ്, പാപികളിൽ ഒന്നാമനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പാപിയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ നിൽക്കണം. 10ാം ക്ലാസ് തോറ്റ ഒരാൾ 9ാം ക്ലാസ്സിൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ജയിച്ച ഒരാൾ 9ാം ക്ലാസ്സിൽ തോറ്റയാളെ നോക്കിയിട്ടല്ല പരിഹസിക്കേണ്ടത്. 10ാം ക്ലാസ്സിൽ ജയിച്ചയാൾ ഡിഗ്രിക്ക് ജയിച്ചവനെ നോക്കി താരതമ്യം ചെയ്യണം. നമ്മൾ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ പരിശോധിക്കേണ്ടത് വിശുദ്ധരുടെ മുമ്പിലും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലുമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം
അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച വർഷം ഏഷ്യ നിസാരണ ആളല്ല. അതായത് ആ ദേശത്തെ പ്രവാചകന ദൈവം തെരഞ്ഞെടുത്തയാള്, വിശുദ്ധനായി ജീവിക്കുന്നയാള്, മദ്യപിക്കത്തില്ല, വ്യഭിചരിക്കത്തില്ല, ജഡികപാപം ചെയ്യത്തില്ല, പ്രാർത്ഥനയുണ്ട്, പള്ളിയിപ്പൊക്കുണ്ട്, ആരാധനയുണ്ട്, സ്തോത്രകാഴ്ച കൊടുക്കും, ദശാംശം കൊടുക്കും. നമ്മുടെ ഈ പുതിയ ഭാഷയിൽ അമ്മച്ചിമാരെ പോലെ കൊന്ത ചെല്ലും, രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, ദാനധർമ്മം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് നാട്ടിൽ കുഴപ്പമില്ലാതെ, അതിരമ്പുഴ കുഴപ്പമില്ലാതെ, അല്ലെങ്കിൽ കൈപ്പുഴ കുഴപ്പമില്ലാതെ, അല്ലെ ഏറ്റുമാനൂർ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ അമ്മച്ചി ഒരു ദർശനം കാണുക. ഇതുപോലെ ഏഷ്യ പ്രവാചകൻ ആ ദേശത്ത് കുഴപ്പമില്ലാതെ ദൈവം തെരഞ്ഞെടുത്തവനാ. പക്ഷെ ഒരു ദിവസം ഉസിയ രാജാവ് മരിച്ച വർഷം ദേശീയ ഒരു ദർശനം കാണുക. ആ ദർശനം എന്നറിയാമോ? ദാ ഉന്നതമായ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടപ്പോൾ, ദൈവത്തിന്റെ ഗ്ലോറി കണ്ടപ്പോൾ, ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ, ദൈവത്തിന്റെ കൃപ കണ്ടപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ, സെരൂബുകളും സെറാഫുകളും മാലാഖമാരും വിശുദ്ധാത്മാക്കളും കമന്ന് വീണ് ആരാധിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടപ്പോൾ യേശയ്യ പറഞ്ഞൊരു വാക്കുണ്ട്: ദൈവമേ ഞാൻ അശുദ്ധനാണ്, ദൈവമേ ഞാൻ അശുദ്ധനാണ്, ദൈവമേ ഞാൻ അശുദ്ധിയുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനാ. ഇത് പറഞ്ഞ് പറയ, കർത്താവേ ഞാൻ അശുദ്ധനാ, കർത്താവേ ഞാൻ പാപിയാ, കർത്താവേ. അതുവരെ അങ്ങനെയല്ല യേശയ്യ പറഞ്ഞത്. കർത്താവേ ഞാൻ മിടുക്കനാ, ആ മറിയാമ്മച്ചേടത്തെക്കാളും മിടുക്കിയാണ് ഏരുക്കുട്ടിച്ചേടത്തി. അങ്ങനെ താരതമ്യം ചെയ്യുന്ന കരിസ്മാറ്റിക്കാരെ നമ്മൾ ദൈവവുമായി പരിശോധിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധിയുമായി പരിശോധിക്കുമ്പോൾ നമ്മൾ പറയും: ദൈവമേ ഞാൻ അശുദ്ധനാ, ദൈവമേ ഞാൻ പാപിയാ, ദൈവമേ ഞാൻ ബലഹീനനാ, ദൈവമേ ഞാൻ വീണുപോയവനാ, ദൈവമേ ഞാൻ നുണ പറയുന്നവനാ, ദൈവമേ ഞാൻ മുൻകോപിയാ, ദൈവമേ എനിക്ക് അസൂയുണ്ട്, ദൈവമേ എനിക്ക് സ്വാർത്ഥതയുണ്ട്, ദൈവമേ എനിക്ക് ജഡിക സ്വഭാവമുണ്ട്, ദൈവമേ എനിക്ക് വെറുപ്പുണ്ട്, ദൈവമേ എനിക്ക് വിദ്വേഷമുണ്ട്, ദൈവമേ എനിക്ക് വൈദികരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദൈവമേ എനിക്ക് സഭയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദൈവമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് പ്രാർത്ഥന മാറിപ്പോകും, 2 വള്ളത്തെ കാല് വെക്കുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ പരിശുദ്ധി മുമ്പിൽ ഞാൻ ബലഹീനനാ, ഞാൻ കുറവുള്ളവനാ, ഞാൻ കഴിവില്ലാത്തവനാ എന്ന് പറഞ്ഞ് നമ്മൾ കരയാൻ തുടങ്ങും. ഇതുപോലെ ഏഷ്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവം പറഞ്ഞ് സെറാഫുകളിലൊന്ന് ഒരു കൊടിലുകൊണ്ട് തീക്കട്ടയെടുത്ത് പ്രവാചകന്റെ നാവിനെ വിശുദ്ധീകരിച്ചതായി ബൈബിള് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് വിശുദ്ധര് പറയുന്നത്: ദൈവമേ ഞാൻ ബലഹീനനാ, ദൈവമേ ഞാൻ ഇന്ന് കട്ടപ്പനയിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ പാമ്പാടി എടുക്കാറ് എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകി. ഇത് ചുമ്മാ പറയണതല്ല, കരഞ്ഞത് എന്തിനാണെന്നറിയാമോ? പല പ്രാവശ്യം ഈ പട്ടണത്തിൽ കൂടെ പോയിട്ടുണ്ട്. ദൈവമേ ഇങ്ങനൊരു കൺവെൻഷൻ ചെയ്യാൻ അയോഗ്യനും പാപിയും ബലഹീനനും വീണുപോയവനുമായ, ഇപ്പോഴും വീഴാൻ തിങ്ങി നിൽക്കുന്നവനായ, പാപത്തോട് ചായ്വുള്ളവനായ, ബലഹീനനായ എന്നെ നീ ഇതുപോലൊരു കൺവെൻഷനിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലോ. ദൈവമേ അത് നിന്റെ കൃപയാ, എൻ്റെ കഴിവല്ല, നിന്റെ സ്നേഹമാ, നിന്റെ കരുണയാ, നിന്റെ കൃപയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നതാ ഏറ്റവും വലിയ അഭിഷേകം. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, മദ്യപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുകവലിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രേമബന്ധത്തിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജഡികപാപത്തിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നു നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികൾ ഇരിക്കുന്നു. ഭാവിയിൽ കത്തോലിക്ക സഭയുടെ പട്ടക്കാരാൻ വരുന്ന MSF സഭയിലെ ബ്രദേഴ്സ് ഇരിക്കുന്നു. ബ്രദർമാരെ, നിങ്ങൾ കഴിവുണ്ടായിട്ടല്ല, ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നത് ദൈവം തെരഞ്ഞെടുത്തതാ. ജയന്റ് ബ്രദറെ, ദൈവം തെരഞ്ഞെടുത്തതാ. ഇവിടെ ഈ കൺവെൻഷനിൽ ഓർക്കണം, എത്രയോ പേര് ഈ ദേശത്തുണ്ട്, എത്രയോ പേര് കോട്ടയം ജില്ലയിലുണ്ട്, 10,000ങ്ങളുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്. ഈ കൺവെൻഷനിൽ ഈ 2ാം ദിവസം സായങ്കാലം ദൈവത്തിന്റെ ശുദ്ധതയുള്ള വചനം, ദൈവത്തിന്റെ പരിശുദ്ധ വചനം, ദൈവത്തിന്റെ കൃപയുള്ള വചനം, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വരുന്ന ഈ ആലയത്തിൽ വന്ന് ഇരിക്കാൻ ഭാഗ്യം കിട്ടിയത് ദൈവം തന്ന കൃപയാ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നമ്മൾ ശരിക്ക് കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ നീ തന്ന അനുഗ്രഹം, കാലിന് ബലം നൽകിയല്ലോ, കണ്ണിന് കാഴ്ച നൽകിയല്ലോ, ആരോഗ്യം നൽകിയല്ലോ, ആയുസ് നൽകിയല്ലോ, കുമ്പസാരിപ്പിക്കാൻ വൈദികരെ നൽകിയല്ലോ, പള്ളി തന്നല്ലോ, പരിശുദ്ധ കുർബാന തന്നല്ലോ, വേദപുസ്തകം തന്നല്ലോ, ദൈവമേ ഒരു ജീവിതം കൂടെ തന്നല്ലോ. ഇതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, ചെറിയ പാപം പോലും വരുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കരയണം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് ആ കർത്താവ് സമീപസ്ഥൻ. ദൈവമക്കളെ, ഹൃദയം നമുക്കൊക്കെ, ഞാൻ പറയുന്നത് നമ്മളെല്ലാം കുറവുള്ളവരാ. വീഴുക എന്ന് പറയുന്നത് മാനുഷികമാ, കിടക്കുക എന്ന് പറയുന്നത് പൈശാചികമാ, എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയുള്ളതാ.
കൃപയ എന്ന് വെച്ചാൽ വീഴാത്ത ഒരു മനുഷ്യനുമില്ല. ഈ സന്യാസ സഭയുടെ സ്ഥാപകൻ ഫ്രാൻസിസ് സാലസ്. ഈ സഭയുടെ സ്ഥാപകന്റെ പേരാണ് ഫ്രാൻസിസ് സാലസ്. വേദപാരകൻ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഡോക്ടർ ചർച്ച്. അദ്ദേഹം, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ചരിത്രം എടുത്തു പഠിച്ചു. ഉഗ്രകോപി, മുൻകോപി, ശുണ്ടിയുള്ളയാള്, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. ഈ വ്യക്തി ബലഹീനനായ വ്യക്തി, കുറവുള്ള വ്യക്തി, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു പലപ്പോഴും നോക്കി ഈ മുൻകോപം ഒന്ന് മാറാൻ. പക്ഷേ മാനുഷികമായി നോക്കി, ടെക്നോളജി നോക്കി, മാനുഷിക ബുദ്ധി നോക്കി, പിടിച്ചു നോക്കി, പറ്റുന്നില്ല, ചില സമയത്ത് പൊട്ടിത്തെറിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവേ, ഈ മുൻകോപത്തിലേക്ക് നിന്റെ റൂഹായെ തരണമേ, ഈ ബലഹീനതയിലേക്ക് നിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ശാന്തനായ ഒരു വിശുദ്ധനെ ലഭിച്ചു. അതാണ് ഫ്രാൻസിസ് സാലസ്. ഒന്ന് കരമടിച്ച് കർത്താവൻ എന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ട് പാപം മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ കഴിവ് കൊണ്ട് മദ്യപാനം മാറ്റാൻ പറ്റില്ല. പോൺ വീഡിയോയ്ക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാർ, ജഡികപാപത്തിന് അടിമപ്പെട്ടവർ, മദ്യപത്തിന് അടിമപ്പെട്ടവര്, മുൻകോപത്തിന് അടിമപ്പെട്ടവര്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ടോ, നിങ്ങളുടെ സൈക്കോളജി കൊണ്ടോ, യോഗ കൊണ്ടോ, ടെക്നിക്കൽ ക്ലാസ് കൊണ്ടോ, മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നാൽ നിങ്ങളുടെ സ്വഭാവം മാറും. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ മസിൽ പിടിച്ചാൽ മാറില്ല. കുറച്ചൊക്കെ നിൽക്കാൻ പറ്റും. നിങ്ങളെ മാറ്റാൻ ഒരുവനുണ്ട്. അതാ ഈശോ പറഞ്ഞ യോഹന്നാൻ 16:7-8, ഞാൻ പോയി കഴിയുമ്പോൾ ഒരു ഹെൽപ്പർ വരും, ഒരു സഹായകൻ വരും. ഞാൻ പോയി കഴിയുമ്പോൾ, ഞാൻ പോയിട്ട് ഒരാൾ സഹായകൻ വരും. ആരാ? ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മദ്യപാനത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കറിയാം, എൻ്റെ കൂടെ സുഹൃത്തുക്കളുണ്ട് കൈ വിറച്ച് മദ്യപിച്ചുകൊണ്ടിരുന്നവർ. അങ്ങനെയുള്ളവർ മാറിയ ചരിത്രം ഈ സഭയുടെ ചരിത്രത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീണാതെ നിൽക്കുന്ന 10,000 ഞാൻ എടുത്തു കാണിക്കാം. ദൈവമക്കളെ, നമ്മളെ മാറ്റുവാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വഭാവം, നമ്മുടെ മുൻകോപം, നമ്മുടെ വെറുപ്പ്, നമ്മുടെ വിദ്വേഷം, നമ്മുടെ ജഡിക സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല.